Hello guys, welcome back to my YouTube channel. Soft voice, strong show, infinite spark. Welcome to Midnight Star. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഹോസ്പിറ്റലിലും അല്ല. കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ചിതൽ വ്ലോഗും അതുപോലെ ഏതാ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും. ഹായ് ഗൈസ്, എന്തെന്നാണ് രേണു സുധി നിങ്ങളെ കാണിക്കുന്നത്? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ രേണു സുധീനെ റേച്ചൊക്കെ പോയോ? അതിനു വേണ്ടിയിട്ടാണോ വെറുതെ ഈ വായി കളിക്കുന്നത്? ആണോ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം രേണു സുധീന്റെ ആ ഒരു ഹൈപ്പൊക്കെ പോയി. അപ്പം എങ്ങനെയും ആ ഒരു ഹൈപ്പ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ ജസ്റ്റ് ഒരു തമ്പനയിൽ അവർ ചെയ്ത കാര്യം ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നത്? ആണോ? എത്രയോ വലിയൊരു വിവാദമായിട്ട് ഇവിടെ കേരളം മൊത്തം ഡിസ്കസ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. രേണു സുധി ഭർത്താവ് മരിച്ച് ഒരു മാസം തികയുന്നതിന് മുമ്പ് അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ജനങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിനെതിരെ ഒരു റിയാക്ഷനും നിങ്ങളുടെ അടുത്തുനിന്ന് കണ്ടില്ല. പക്ഷേ കുറച്ച് യൂട്യൂബേഴ്സ് അവര് ഒരു തമ്പനയിൽ, അതായത് തമ്പനയിൽ എന്ന് പറയണത്, അതായത് ആ ഒരു തമ്പനയിൽ കണ്ടിട്ടാണ് ഒരു വീഡിയോ ഒരാൾ കാണണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവരിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത തമ്പനയിലാണ് നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അല്ലാതെ നിങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞ കാര്യം, അബോർഷനെ കുറിച്ച് പറഞ്ഞ കാര്യമൊന്നും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതിനെക്കുറിച്ച് ഒരു റിയാക്ഷനും നിങ്ങൾ റിയാക്ട് ചെയ്തില്ല. ആക്ച്വലി അതൊക്കെയല്ലേ റിയാക്ഷൻ ചെയ്യേണ്ട കാര്യം? ഇതാണോ റിയാക്ഷൻ ചെയ്യേണ്ട കാര്യം? ഇത് സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊരു പ്രമോഷന് വേണ്ടി പോയതാണ്. അപ്പം അവര് ഈ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോൾ അവരുടെ തമ്പനയിൽ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആർക്കായാലും ചിന്തിച്ചാലും ബോധം ഉള്ളൊരു മനുഷ്യന് മനസ്സിലാവാനുള്ള കാര്യമുള്ളത്. പിന്നെ എൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആണ് എന്നുള്ളത് സമ്മതിച്ചു തരാം. കാരണം ഇപ്പൊ സ്വന്തം ക്യാമറ വെച്ചിട്ട് എല്ലാത്തരം വീഡിയോസും എല്ലാവരും ട്രൈ ചെയ്യുന്നു. എല്ലാവരും സ്വയമേ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷെ നിങ്ങളെ ഒരു വെൽ നോൺ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് നിങ്ങളെ ദുബായിലേക്ക് പ്രമോഷന് വേണ്ടി വിളിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരതുകൊണ്ടല്ല നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ വിളിച്ചതിന് കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള കാര്യം അവർക്ക് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ദുബായിൽ ഇപ്പം ആരാണ് വർക്ക് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ മലയാളീസ് ആണ് ദുബായിൽ ഉണ്ടാവുക. അപ്പം ഈ ഒരു പാപ്പലോൺ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് കം ബാറ് ആരുടെ മുമ്പിലാണ് ഫേമസ് ആവേണ്ടത്? ആരാണ് അറിയപ്പെടേണ്ടത്? മലയാളികളായിട്ടുള്ള ആൾക്കാർ. അപ്പം നിങ്ങളെ വിളിച്ച് ഇതൊരു പ്രമോഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണല്ലോ നിങ്ങൾ അവിടെ പോയി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡാൻസ് കളിക്കുന്നതും കള്ള് കുടിക്കുന്നതായിട്ട് വീഡിയോയും എല്ലാം അവർ പറഞ്ഞതനുസരിച്ചായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടായിരുന്നു അവിടെ. അതായത് രേണു സുധീനെ വിളിച്ച് ഇവിടെ നമ്മളത് പ്രമോഷൻ ചെയ്യിപ്പിച്ചാല് കുറച്ച് യൂട്യൂബേഴ്സ് എങ്കിലും രേണു സുധീന്റെ ഈ ആക്ടിനെ അവർ റിയാക്ഷൻ ചെയ്യും. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പുറത്തേക്ക് പോകാനുള്ള ഒരു കണ്ടന്റ് ആണ്. ഇതിലൂടെ നമുക്ക് ഈ ഒരു നമ്മൾ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്റ്റാർട്ടിന് നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പ് കിട്ടും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് രേണു സുധിയിലൂടെ അവർ ഉന്നം വെച്ചത് അവരുടെ ഈ ഒരു പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള സംരംഭം എല്ലാവരിലേക്കും അറിയണം എന്നുള്ളതായിരുന്നു. അതാണ് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് ഞാൻ പറഞ്ഞത്. മലയാളികളുടെ ഉള്ളില് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിലൂടെയും എല്ലാവരിലൂടെയും ഈ ഒരു റെസ്റ്റോറന്റ് കം ബാറിന്റെ പ്രമോഷൻ എല്ലാവരിലൂടെയും അറിയണം എന്നുണ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിച്ചത്. അല്ലാതെ അവർക്ക് ഇത്രയും പൈസ മുടക്കി 15 ദിവസത്തോളം നിങ്ങളെ അവിടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ വേറെ അത്യാവശ്യം വെൽ നോൺ ആയിട്ടുള്ള ആരെ വേണമെങ്കിലും അവർക്ക് വിളിക്കാമായിരുന്നു അല്ലേ? പക്ഷെ അവരങ്ങനെയല്ല ചെയ്തത്. അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മലയാളീസ് തന്നെയാണ്. ദുബായിലുള്ള ഒരു സംഭവമാണ് ഇതെങ്കിൽ പോലും അവരുടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് മലയാളികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മലയാളികൾ ആയിട്ടുള്ള രേണു സുധീനെ വിളിച്ചതും രേണു സുധിയിലൂടെ ഇത് അത്യാവശ്യം റിയാക്ഷൻ ചെയ്യുന്ന വെൽ നോൺ ആയിട്ട് നിൽക്കുന്ന കണ്ടന്റ് പ്രൊവൈഡ് പുറത്തേക്ക് കൊടുക്കുന്ന എല്ലാ യൂട്യൂബേഴ്സിനെ
കൊണ്ടും റിയാക്ഷൻ ചെയ്യിപ്പിക്കാനും അവരിലൂടെയും ഇത് പബ്ലിസിറ്റി ആക്കാനും അവർക്ക് കഴിഞ്ഞു. അവരുന്നമിച്ചത് എന്താണോ അത് നല്ല കൃത്യമായിട്ട് ഇവിടെ നടത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, രേണുസുധീനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടി, നിങ്ങൾ പോയി അത് ഉദ്ഘാടനം ചെയ്തു. അത് എന്താ പറയാ, ഒരു ആർട്ടിസ്റ്റാണ് എന്ന് സ്വയമേ നിങ്ങൾ അത്രമേൽ ഉറച്ച് വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെയാണ് നിങ്ങൾ അതിനെ കാണുന്നത് എന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒരു ബിഗ് ബോസ് വരെ എത്തിയിട്ടുള്ള ഒരാള് പോവേണ്ട ഒരു പരിപാടി ആയിരുന്നില്ല അത്. കാരണം നിങ്ങൾക്ക് ഇതിലും നല്ല വേദി കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. നിങ്ങളുടെ വില ഇതിലൂടെ നിങ്ങൾ തന്നെയാണ് താഴ്ത്തി കളയുന്നത്. പിന്നെ നിങ്ങളെക്കുറിച്ച് ഈ കണ്ടന്റൊക്കെ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ എന്തിനാണ് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെയല്ലേ ഓരോരോ കണ്ടന്റുകൾ ഇട്ടിട്ട് കൊടുക്കുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. രേണുസുധീന്റെ ഹൈപ്പൊക്കെ പോയല്ലോ, അതുകൊണ്ടാണോ ഇങ്ങനെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ വരെ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ അവരെന്നിലൂടെ വളർന്നു പോകുമെന്നാണ്. അതായത് രേണുസുധി ഇപ്പൊ പേര് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ വൈറലാവുന്നതാണ്. ഒരു ദിവസം എൻ്റെ പേരും ഒക്കെ പറയും എന്ന് എനിക്ക് വിശ്വസിക്കാല്ലേ. അതായത് രേണുസുധീനെ വിമർശിക്കുന്നവരുടെ പേര് രേണുസുധി പറഞ്ഞാലേ അവര് വൈറലാവും എന്നല്ലേ പറഞ്ഞു വരുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. രേണുസുധി ഇത്രയും സില്ലി ആയിട്ടുള്ള കാര്യം എന്തിനാണ് റിയാക്ഷൻ ചെയ്തത്? ഹൈപ്പ് പോയത് കൊണ്ടാണോ? അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണോ? പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്ത് പറഞ്ഞാലും അത് ക്യാമറ റെക്കോർഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ നിന്നൊരു വാക്ക് മാറ്റി നിങ്ങൾ പ്രവർത്തിച്ചാല് ജനം അത് ചോദ്യം ചെയ്യും. ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ സ്വരം എന്ന് പറയണത് ഈ ജനങ്ങൾ എന്താണോ ചോദിക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് അതാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിലൂടെ നിങ്ങളോട് ഇവര് ചോദിക്കുന്നത്. പൊതുവെ ജനത്തിനെല്ലാം ഉള്ള ഓരോരോ സംശയങ്ങളാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് അതും ക്യാമറയുടെ മുമ്പിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ നല്ല ബോധം വേണം. എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, റിയാക്ഷനിലൊന്നും പെടാതെ, നെഗറ്റീവിൽ പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത്ര മാത്രമൊക്കെ ഇപ്പം എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും അവരുടെ പാപ്ലോണുകാരുടെ ഈ ഒരു എന്താ പറയുക, അവരുടെ പ്ലാൻ നല്ല അടിപൊളിയായിട്ട് വിജയിച്ചു. ഒരു വെടിക്ക് 10-15 പക്ഷികളാണ് കിട്ടിയിട്ടുള്ളത്. ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ നമ്മൾ പറയാം. അങ്ങനെയല്ല, ഒരുപാട് പേരെടുത്ത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതും ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വ്യൂസ് വരുന്ന ആൾക്കാരെടുത്ത് റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ പാപ്ലോൺ എന്തായാലും ഫേമസ് ആയി, രേണുസുധിയും ഫേമസ് ആയി. രേണുസുധി ഓൾറെഡി ഫേമസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്, അങ്ങനെയാണല്ലോ. അപ്പൊ എന്തായാലും പാപ്ലോണുകാർ നല്ല രീതിയിൽ ഫേമസ് ആയി. ഇത് തന്നെയായിരുന്നു അവർ ഉദ്ദേശിച്ചത്. നല്ല രീതിയിൽ റിയാക്ഷൻ ചെയ്യിപ്പിക്കണം, ആൾക്കാരെ കൊണ്ടൊക്കെ റിയാക്ട് ചെയ്യിപ്പിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഫേമസ് ആവണം. അതെന്തായാലും ആയിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പം എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോസൊക്കെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.